ഹലോ ഗായ്സ്, ഹായ്. എല്ലാവർക്കും തിരുവോണത്തിന് ആശംസകൾ. ഏവർക്കും ഹരീസ് വേൾഡിൻ്റെ തിരുവോണ ദിനാശംസകൾ. ഇതായിരുന്നു കേട്ടോ ഞങ്ങൾ അത്തപ്പൂക്കളം. ഞങ്ങൾ ഇന്ന് ഇട്ടാണ് കേട്ടോ ഇത്രയും. ഇതെൻ്റെ ഞാനാണ് ഫുൾ ഇട്ടത്. പക്ഷെ ഇത് മഴ വരുമ്പം ഇതെല്ലാം ഒലിച്ചു പോകുന്നില്ല. പക്ഷെ പോയില്ല കേട്ടോ, രക്ഷപ്പെട്ടു. പ്ലീസ്, നമ്മുടെ പാചകം എല്ലാം നല്ല പൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പച്ചടി റെഡിയായി, ഇവിടെ സാമ്പാർ റെഡിയായി, ഇവിടെ നമ്മുടെ അവിയൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പ്ലീസ്, ഞാൻ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി എൻ്റെ കസിൻസൊക്കെ ആയിട്ട് അമ്പലത്തിൽ പോകട്ടെ. ഞങ്ങളുടെ അടുത്തുള്ള കുറച്ച് അമ്പലത്തിൽ ഞങ്ങൾ തൊഴാൻ വേണ്ടി പോയി. എൻ്റെ പുതിയ ഓണക്കോടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഗീസ് കണ്ടോ, അതൊരു ഓഫ് വൈറ്റും പിന്നെ ആ ഡിസൈൻ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ബ്ലാക്കും നല്ല രസമല്ലേ കാണാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഗീസ് നല്ല വൃത്തിക്ക്. പിന്നെ നമ്മുടെ മാവേലിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി സമയമായി. അപ്പം മാവേലിക്ക് പക്ഷേ ചോറ് വിളമ്പി കൊടുക്കുന്നത് ഞാൻ കേട്ടോ. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാവേലിക്ക് ചോറ് വിളമ്പുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ എനിക്ക് നല്ല ഇഷ്ടമാണ് വിളമ്പി കൊടുക്കാൻ മാവേലിക്ക്. അപ്പം ഞാൻ നമ്മുടെ വിളക്ക് കത്തിച്ചു, പിന്നെ ചന്ദനത്തിരിയും കത്തിച്ചു വെച്ചു. പിന്നെ നമുക്കിവിടെ മാവേലിക്ക് കൊടുക്കാനുള്ള ഭക്ഷണങ്ങളാണ്. പരിപ്പുണ്ട്, പച്ചടി, ചിപ്സ്, പിന്നെ സാമ്പാർ, അവിയൽ, തോരൻ, പിന്നെ പുളിശ്ശേരി, മാങ്ങാച്ചാർ, നാരങ്ങാച്ചാർ, ഇഞ്ചിക്കറി, പായസം, പപ്പടം, പിന്നെ ചോറുമുണ്ട്. നമുക്കിനി ഞാൻ ആദ്യം തന്നെ ചിപ്സും ശർക്കര വരട്ടിയും നമ്മുടെ മാവേലിക്ക് വിളമ്പിക്കൊടുത്തു. പിന്നെ രണ്ടാമതായിട്ട് പച്ചടി ഞാൻ വിളമ്പിക്കൊടുത്തു. ഞാൻ എല്ലാം കൂടുതലാണ് ഇടുന്നത്, കാരണം മാവേലിക്ക് ഞങ്ങളുടെ കറിയെല്ലാം ഇഷ്ടപ്പെടണം. പിന്നെ മാവി നല്ല വലിയ നിറവോടെ വേണം പോകാൻ, എന്ന് വെച്ചാൽ വയറ് നിറഞ്ഞ് വേണം മാവേലി പോകാൻ ഇവിടുന്ന്. അപ്പം എനിക്ക് പിന്നെ മാവേലിയെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കണ്ടാൽ കൊള്ളാമെന്ന് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് മാവേലിയെ. അപ്പം ഞാൻ എല്ലാം കൂടുതൽ വിളമ്പി. പിന്നെ ഞാൻ ചിപ്സ് വിളമ്പി, ശർക്കരവരട്ടി വിളമ്പി, പിന്നെ പച്ചടി വിളമ്പി, ഇപ്പം അവിയൽ വിളമ്പി, പിന്നെ ഇപ്പം തോരനും വിളമ്പി. തോരന് ഞാൻ വിളമ്പി. ഇതിൻ്റെ ഇടയ്ക്കൂടെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, എവിടെ വിളമ്പണം, എപ്പോൾ വിളമ്പണം, ഏതൊക്കെ വിളമ്പണം എന്നൊക്കെ. അപ്പം ഞാൻ അതനുസരിച്ച് അച്ഛൻ്റെ ഓരോ വാക്കുകൾ കേട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അഞ്ചാമതായിട്ട് ഞാൻ നാരങ്ങാച്ചാറും വിളമ്പി. തെറ്റിപ്പോയി, മാങ്ങാച്ചാർ ഞാൻ വിളമ്പി. പിന്നെ ഇഞ്ചിക്കറി, മാങ്ങാച്ചാറും ഇഞ്ചിക്കറി എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അവിയൽ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടത് മാങ്ങാച്ചാറും ഇഞ്ചിക്കറിയാണ് കേട്ടോ. മാങ്ങാച്ചാറും ഇഞ്ചിക്കറിയും വിളമ്പി കഴിഞ്ഞ് നാരങ്ങാച്ചാർ വിളമ്പി കേട്ടോ. നാരങ്ങാച്ചാറും പക്ഷേ കുറച്ച് കയ്പുള്ള നാരങ്ങ എടുത്ത്, അത് കുഴപ്പമില്ലായിരുന്നു, കാരണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കയ്പുള്ളായിരുന്നു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചോറ് വിളമ്പി കേട്ടോ. ചോറും അറിയാമല്ലോ ഞാൻ കൂടുതൽ വിളമ്പുമെന്ന്. അങ്ങനെ ഒരു തവി ഫുള്ളെടുത്ത് വിളമ്പി. പിന്നെയും ഒരു അമ്മച്ചി പറഞ്ഞ് നിർത്താൻ, എന്നാലും ഞാൻ നിർത്തിയില്ല. ഞാൻ പിന്നെ ഒരു കാൽ ഭാഗോളം തവി ഞാൻ ഇട്ടു. അങ്ങനെ മാവേലിക്ക് ചോറ് വിളമ്പി. പിന്നെ ഞാൻ പരിപ്പ് വിളമ്പി. പരിപ്പ് ഞാൻ അത്യാവശ്യമായിട്ട് കേട്ടോ, ആ തവി നിറയുന്ന അത്രയും ഞാൻ ഇട്ടു. പിന്നെ പപ്പടം വെച്ചു. പപ്പടം മീനാണല്ലോ, പപ്പടവും വെച്ചു. പിന്നെ എനിക്ക് സാമ്പാർ നല്ല സാമ്പാറായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാമ്പാർ നല്ല അടിപൊളി സാമ്പാറായിരുന്നു. അച്ചാറിൽ മാങ്ങാച്ചാറും പിന്നെ ഈ കറികളിലും സാമ്പാറും. എനിക്ക് സാമ്പാറെന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ പായസം വെച്ചു കേട്ടോ. പായസം ഒരു പ്ലേറ്റിലാക്കി ഞാൻ മാറ്റി വെച്ചു. പിന്നെ ഞങ്ങൾ പുളിശ്ശേരി ഞാൻ വിളമ്പി കേട്ടോ. നമ്മുടെ പരിപ്പിൻ്റെയും സാമ്പാറിൻ്റെയും നടുക്കായിട്ട് ഞാൻ കുറച്ച് സ്ഥലം ബാക്കി ഉണ്ടായിരുന്നു, അതിനകത്ത് ഞാൻ പുളിശ്ശേരിയും ഒഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ കറികളെല്ലാം ഞങ്ങൾ വിളമ്പി കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ വെളിയോട്ട് പോയി കേട്ടോ, കാരണം മാവേലിയെ വന്ന് തിന്നട്ടെ, നമുക്ക് മാവേലിയെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ട. അപ്പം നമ്മൾ കറിയെല്ലാം മാറ്റി വെച്ച് ഞങ്ങൾ വെളിയോട്ട് പോയിരിക്കാൻ പോവാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ ഓണസദ്യ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗോയ്സ്. പിന്നെ ഞങ്ങളും വെളിയിൽ പോയി നിന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് അകത്ത് വരുവാന്ന്. ഞങ്ങൾക്കും കഴിക്കാൻ സമയമായി. അങ്ങനെ ഞങ്ങളും കഴിക്കായിരുന്നു കേട്ടോ. ഞാനും അച്ഛനും എല്ലാവരും ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കും കേട്ടോ. അപ്പം ഞങ്ങളെല്ലാം കഴിച്ച് കഴിഞ്ഞു. ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും തിരുവോണാശംസകൾ. ബായ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി